ഹലോ ഗൈസ്, അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മളടുത്തേക്ക് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരേക്കട്ടെ വീട്ടിലിരുന്ന് വരാൻ തയ്യപ്പോൾ ഒന്ന് കണ്ണൂരിൽ പോകുന്ന വെച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിന്. അപ്പോൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ നേരെ അടുത്തേക്ക് ഇട്ട് സ്റ്റുഡിയോയിലേക്ക് അടുത്ത് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ഫുട്വെയറിൻ്റെ സെക്ഷനിലേക്കാണ്. പാടെത്തിയിട്ടാണെങ്കിൽ നമ്മൾ കുറേ നോക്കി ചെരുപ്പൊക്കെ. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് പിന്നെ ഇയറിങ്സ് ഒക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ വല്ലാത്തൊരു സഞ്ചാരമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്നെടുത്ത് ഈ വൈബ്സൊക്കെ എടുത്ത് പിന്നെ ഞാൻ ബില്ലടിച്ച് പിന്നെ മിറർ ഉണ്ട്. പിന്നെ ഒരു മിറർ സെൽഫി അത് നിർബന്ധമല്ല. പിന്നെ വാങ്ങിയ സാധനമൊക്കെ നമ്മൾ ഡിക്കിയിലിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ പേര് വന്ന് 2 സൺഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കേട്ടോ. പിന്നെ അവരെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പിന്നെ പോയാൽ പിന്നെ പറയണ്ട, അവിടെ പിന്നെ കുറേ പോസ്റ്റ് ആയിരുന്നു. സാധാരണ പെൺകുട്ടിക്കാൻ കുറേ ടൈം കൊണ്ട് കയറി നേരത്തെ വെച്ചിട്ടാന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരെ ബീച്ചിലേക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ മെയിൻ ഉദ്ദേശം ഞാൻ തിന്നാൻ വേണ്ടി മാത്രമാണ് കഴിച്ചത്. ഫസ്റ്റ് ഒരു പൈനാപ്പിൾ തന്നു, പിന്നെ ഇതാ ഈ ഒരു മോര് സോഡയും പിന്നെ ഈ ലോട്ടക്കാച്ച് തന്നു. അങ്ങനെ കുറച്ച് നേരം വായൊക്കെ ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിടും. പിന്നെ നമ്മളൊന്ന് ചില്ലാക്കാൻ വേണ്ടി അടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വെച്ചാൽ അടുത്തടുത്തൊന്ന് ഒരു മണിക്കൂറൊക്കെ പോകാൻ. പിന്നെ നമ്മളെല്ലാവരും കൂടി അടുത്തേക്ക് പോയി. ഒരു ബസ്സിൽ പോകേണ്ട ആളുണ്ട് കഴിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാ പോകുന്നതാണ്. അപ്പോൾ അവിടെ എത്തി. ഞാൻ വിചാരിച്ചത് നല്ലോണം ചില്ലാക്കാന്നാണെങ്കിലും അവിടെ തിരുമ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇതാണ് ഗൈസ്. അങ്ങനെ ഈ വലിയ കുന്നുമലൊക്കെ കയറിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ആടെ ആരും ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മളൊരു വിചാരം. സോ ഗൈസ് ആടെ എത്തിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ മെയിനായിട്ട് വന്നത് ഇപ്പോൾ കുളിസിയും കാണാൻ വേണ്ടി ആയവലായിപ്പോട്ടെ. അങ്ങനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഞാനിട്ടൊന്ന് കാലെങ്കിലും മുക്കി ഗൈസ്. അപ്പോൾ അവരെല്ലാം കീഴിൽ ഞാൻ ഇവിടെ മാത്രം ഇതിങ്ങനെ പുറത്ത് അവരെ കുളിസിയും നോക്കിക്കലാണ്. എന്താ അവസ്ഥ? അങ്ങനെ കുറേ ടൈം അവിടെ പോസ്റ്റ് ആയിരുന്നു. അത് കയറി അതേ സ്പീഡിൽ തന്നെ നമ്മളിത് തിരിച്ചും ചെയ്യുന്നു കേട്ടോ. കയറിയതിനെ കാട്ടി കഷ്ടമാണ് ഗൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോരോ സ്റ്റെപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തും. അതേ അവസ്ഥ. അങ്ങനെ ഈ കുന്നെല്ലാം കയറ്റുന്ന ചെരുപ്പും പൊട്ടി ചെരുപ്പിടാണ്ട് നടക്കേണ്ട അവസ്ഥയായി ഗൈസ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇല്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതൊക്കെയാണെങ്കിൽ നമ്മളിതൊരു കോഫിയും പിന്നെ ഈ ഒരു ഷവർമയും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.